നാമത്തിൽ സ്നേഹവും വന്നിട്ട് പകൽക്കാലത്ത് ചിന്തിക്കായിട്ട് നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യർ 1-ന്റെ 9 മുതൽ 11 വരെ. അതുകൊണ്ട് ഞങ്ങൾ കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഹാലല സത്യത്തിൽ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. സ്തോത്രം. ഹാലലൂയ. യഥാർത്ഥമായും കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനായും കർത്താവായും സ്വീകരിച്ച ഒരു ദൈവ പൈതലിനുള്ള ബന്ധത്തിൽ ആ ലോഡ്ഷിപ്പ് അല്ലെങ്കിൽ ആ കർത്തൃത്വത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാമാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഈ വാക്യങ്ങൾ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളുടെ ലൈഫിന് വേണ്ട ശക്തിയും ബലവും സകല ഐശ്വര്യങ്ങളും കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കും. കാരണം നമ്മൾ ആരുടെ കർത്തൃത്വത്തിന്റെ കീഴില? സർവശക്തനാകുന്ന കർത്താവിന്റെ ആ ലോഡ്ഷിപ്പിന്റെ കീഴിൽ നമ്മൾ വരുമ്പോൾ നമ്മളുടെ അറിവിലും നമ്മുടെ കഴിവിലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പരിമിതികളുടെ മീതെ വാഴുന്ന ദൈവശക്തി ഹല്ലേലൂയ നമ്മളിൽ വാഴുന്നത് കൊണ്ട് സകലത്തിലും ജയം തന്ന കർത്താവ് നമ്മെ നടത്താൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം ഈ വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ അതിന്റെ ആഴങ്ങളിലോട്ട് പോകാനുള്ള സമയമില്ല. എന്നാൽ പോലും നമ്മളൊരു കാര്യം നാം വിശ്വസിക്കുക, നാം കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണെങ്കിൽ നമുക്ക് വേണ്ട ശക്തി തരുന്നത് കർത്താവാണ്. സ്തോത്രം. നമ്മളിൽ വാഴുന്നത് യേശുവാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വഴിയാത്ര നമ്മൾ ക്ഷീണിച്ചു പോകാതിരിക്കാൻ നമുക്ക് ശക്തി പകരുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമ്മൾ മക്കളും അവകാശികളുമായിട്ട് ഈ കർത്തൃത്വം നമ്മളെ മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ മക്കളാണ്, അവകാശികളാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്ന പോലെയല്ല പുറത്തുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്തൊരു ആവശ്യം പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ മാതാപിതാക്കൾ നല്ലൊരു കറിയോ അല്ലെങ്കിൽ നല്ലൊരു ഡിഷ് അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ ആ കുഞ്ഞിന് വന്ന് യാചിക്കേണ്ട ആവശ്യമില്ല. അമ്മയെ അത് തരുമോ അല്ലെങ്കിൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു എന്താ പറയുക ഉറപ്പില്ലാത്തമാതിരി കുഞ്ഞിന് ചോദിക്കേണ്ട കാര്യം. അമ്മയെ കുറച്ച് എടുത്തേന്നാ പറയത്തുള്ളൂ അല്ലേ. അമ്മയെ കുറച്ച് മീൻകറിയും എടുത്തേ, ഹല്ലേലൂയ എന്ന് പറയാനുള്ള ധൈര്യം ഒരു കുഞ്ഞിനുണ്ട്. അതായത് പുത്രത്വത്തിന്റെ അവകാശം എന്ന് പറയുന്നത് അതാണ്. സ്തോത്രം. അതേസമയം പുറത്തുനിന്ന് വന്നൊരു ഗസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു യാചകനായിക്കോട്ടെ അതുപോലെ ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുമില്ല. സ്തോത്രം. കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ഉണ്ടോന്ന് ഉറപ്പില്ല, കിട്ടുമോന്ന് ഉറപ്പില്ല. പക്ഷെ ഒരു പുത്രൻ എന്ന് പറയുമ്പം ഉറപ്പുണ്ട്. കാരണം അമ്മ കൊടുക്കുമെന്നറിയാം, അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം. സ്തോത്രം. കാരണം ആ വീട്ടിൽ നിൽക്കുന്ന കുട്ടിക്കറിയാം അവൻ എന്താ സംഭവിക്കുന്നതെന്ന് എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ നമ്മളായിരിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. സ്തോത്രം. നമുക്ക് ഉറപ്പുണ്ടാകണം, ഞാൻ ആരുടെ കീഴിലാണ്, എന്റെ കർത്താവ് ആരാണ്. സ്തോത്രം. ഞാൻ വഹിക്കുന്ന ശക്തി ഏതാണ്. ഹല്ലേലൂയ. എന്നെ നടത്തുന്ന ജ്ഞാനം ഏതാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്, എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് ആരാണ്, എന്റെ പ്രൊവൈഡർ ആരാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ലൈഫിനെ മാനേജ് ചെയ്യുന്നത് ആരാണ്. സ്തോത്രം. എനിക്ക് വേണ്ടി വഴി തുറക്കുന്നത് മറ്റാരുമല്ല, ഹല്ലേലൂയ, എന്റെ യേശുവാണ്. സ്തോത്രം. യേശു വഴി തുറന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ വഴി അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. യേശു അടച്ചിട്ടുണ്ടെങ്കിൽ അതിന് തുറക്കാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ സ്തോത്രം, നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ശക്തിയിലും ഹല്ലേലൂയ നമ്മുടെ അറിവിലും നമ്മളായിരിക്കുന്ന എല്ലാറ്റിന്മേലും ഹല്ലേലൂയ കർത്താവ് നമ്മുടെ കർത്തൃത്വം വഹിക്കുന്നുവെങ്കിൽ അതിലൊക്കെ വലിയ വർധനവുകൾ ദൈവം തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ നാം വായിച്ച വാക്യത്തിൽ അപ്രകാരമാണ് കാണുന്നത്. ക്രിസ്തുവിന് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായിട്ട് കർത്താവിന് യോഗ്യമാവണം നടന്ന് ആത്മീക സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അപ്പൊ കർത്താവിന്റെ ഇഷ്ടത്തിൽ നമ്മൾ നടക്കുമ്പോൾ ആ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ നാം നിറഞ്ഞു വരും. ഹല്ലേലൂയ. അത് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും. സ്തോത്രം. അതുപോലെ തന്നെ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെ നമ്മൾ എന്ത് ചെയ്യും? വളരും. സ്തോത്രം. അങ്ങനെ വളരുമ്പോൾ നമ്മൾ
ഗുണങ്ങളെ കുറിച്ച് നമുക്ക് മാറ്റി പറയുന്നത്. അപ്പോൾ സ്തോത്രം, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടും. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കർത്താവിൽ ഇങ്ങനെ വളരുമ്പോൾ തന്നെ നമുക്ക് സഹിഷ്ണുത ഉണ്ടാകേണ്ട സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ കടന്നു വരാം. സ്തോത്രം. അല്ലെങ്കിൽ ദീർഘക്ഷമ ഉണ്ടാകേണ്ട സിറ്റുവേഷൻസ്, അതായത് സഹിഷ്ണുത എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും ചില കാര്യങ്ങളൊക്കെ. ഹല്ലേലൂയ. സഹിക്കുക, എൻഡ്യൂർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ അതായത് ക്ഷമിച്ച് കാത്തിരിക്കേണ്ട ചില അനുഭവങ്ങൾ വരും. ഹല്ലേലൂയ. സ്തോത്രം. അതും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഏത് ഈ കർത്തൃത്വത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദീർഘക്ഷമിക്കമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുക. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആയിരിക്കുന്നത് പുത്രന്റെ രാജ്യത്തിലാണ്. ഹല്ലേലൂയ. നമ്മളുടെ രാജാവെന്ന് പറഞ്ഞ കർത്താവായ യേശുവാണ്. നമ്മൾ പുത്രന്മാരാണ്. വി ആർ ദ സൺസ് ഓഫ് ഗോഡ്. നമ്മൾ സൺസ് ഓഫ് ഗോഡ് ആണ് അവിടെ. അല്ല, ആ അവകാശം നമ്മുടെ മേലുണ്ടെന്നുള്ള ധൈര്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലാസ്വാഗ്നവർ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാണ്. ഏത് സമയത്തും. അത് എങ്ങനെ സ്തോത്രം ചെയ്യേണ്ടത്? സന്തോഷത്തോടെ. ഞാൻ ആരാണ്? ഞാൻ ക്രിസ്തുവിന്റെ മകനാണ്. ക്രിസ്തുവിന്റെ മകളാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എന്നെ സകല നന്മകളാലും നിറയ്ക്കും, സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കും. ഹല്ലേലൂയ. കാരണം അവിടെ ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിൽ ഞാൻ വാഴേണ്ടത് ക്രിസ്തുവിനെ പോലെയാണ്. ഹല്ലേലൂയ. ഈ രാജ്യത്തിൽ ഞാൻ വാഴേണ്ടത് എൻ്റെ ക്രിസ്തുവിനെ പോലെ ഞാൻ വാഴേണ്ടത്. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവ് സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും എന്നെ നിറയ്ക്കുമെന്ന് ഹല്ലേലൂയ നാം വിശ്വസിക്കാൻ നാം തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടാൻ കൊണ്ട് ഇടയാക്കിരും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം വേറൊരു ഗുണം കൂടി അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ നമ്മൾ കീഴടങ്ങി ജീവിക്കുമ്പോൾ നമുക്ക് വരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, സ്തോത്രം, നാം ആദ്യം പാട്ടുപോലെ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് ഒത്തവണ്ണം അവിടെ നമ്മളോട് പകരം ചെയ്യുന്നില്ല, മറിച്ച് നമുക്ക് തരുന്ന പ്രതിഫലങ്ങളും അതിന് ഒത്തിട്ടായിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ദൈവം നമ്മളെ ശിക്ഷിക്കത്തില്ലാന്നോ അല്ലെങ്കിൽ ബാലശിക്ഷ നൽകത്തില്ലാന്നോ എന്നൊന്നുമല്ല പറയുന്നത്. കർത്താവ് അതിനുമെല്ലാം വാഴുന്ന ദൈവത്തിന്റെ കൃപ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ അതിശയങ്ങളെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരു ഒറ്റ വാക്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക. 1 കൊരിന്ത്യർ 1:5-9 ഇങ്ങനെ വായിക്കുന്നു. 1 കൊരിന്ത്യർ 1:5-9. സ്തോത്രം. ഹല്ലേലൂയ. റിഖമഹത്തര ലവശാദുരിഗടഗശന്ധരാദ ദീപരബലബലബലവശന്ധരാദര നിഗമനാരബലബലബലവശന്തി തീവ്രവൂടാരഗമനാഥരബല. അവിടെ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലോട്ട് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തൻ. എപ്പോഴും കർത്താവ് നമുക്ക് വിശ്വസ്തരായിട്ട് കൂടെ ഇരിക്കും. നമ്മൾ അവിശ്വസ്തരാകുമ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തത നമ്മളെ പിന്തുടർന്നുകൊണ്ട് ഈ കർത്തത്തിന്റെ കീഴിൽ നമ്മൾ ആയിരിക്കുമ്പോഴുള്ള ഒരു ബെനിഫിറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ വിശ്വസ്തത നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. കാരണം നാം ക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മളിൽ വഹിക്കുമ്പോൾ, കർത്താവിന് നമ്മൾ വഹിക്കുമ്പോൾ നമ്മൾ ഒന്നിനും കുറവില്ലാത്തവരായി നടത്തുവാൻ ദൈവം ശക്തനായിട്ട് ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടുത്തെ വിശ്വസ്തത, നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവത്തിന്റെ വിശ്വസ്ത നമ്മൾക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കും. കാരണം തൻ പുത്രനും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലോട്ട് നിങ്ങളെ വിളിച്ചത്. അപ്പൊ നമ്മളെ കർത്താവ് വിളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മയിലോട്ട് വന്നത്, അല്ലെ? ഹല്ലേലൂയ. അപ്പൊ നമ്മളെ നടത്തേണ്ട ഉത്തരവാദിത്വം കർത്താവിനുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടായ്മയിലോട്ട് നമ്മെ വിളിച്ചു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് പേർ ചൊല്ലി വിളിച്ചതുകൊണ്ട് ദൈവിക ആ രാജ്യത്തിലോട്ട്, ആ കൂട്ടായ്മയിലോട്ട് നമ്മൾ ഓരോരുത്തരും വന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മളെ നടത്തുവാൻ ഹല്ലേലൂയ വിശ്വസ്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മളത് വിശ്വസിക്കണം. വചനം അങ്ങനെ പറയുമ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. എൻ്റെ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. എന്നെ നടത്തുവാൻ, എൻ്റെ കുടുംബത്തെ നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തന. എനിക്ക് വേണ്ട സംരക്ഷണം തരുവാൻ, ഹല്ലേലൂയ, എനിക്ക് വേണ്ട കരുതലുകൾ വെളിപ്പെടുത്താൻ, ഏത് അവസ്ഥയിലും ഹല്ലേലൂയ ഭദ്രമായി എന്നെ സൂക്ഷിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തരാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ദുഷ്ടൻ കാണാതെ വേണം, ശത്രു കാണാതെ വേണം എന്നെയും എൻ്റെ കുടുംബത്തെയും സൂക്ഷിക്കുവാൻ. ഹല്ലേലൂയ. 2 തെസ്സലോനിയർ 3:3 പറയുന്നത് പോലെ, സ്തോത്രം, അവിടുന്ന് ദുഷ്ടന്റെ കണ്ണ് കാണാതെ വേണം നിങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുകയും ക്രിസ്തുവിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് വരെയും ആ ദിവസം വരെയും നിങ്ങളെ സൂക്ഷിക്കുവാൻ ഹല്ലേലൂയ അവിടുന്ന് ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് സ്തോത്രം, ഈ ദിവസങ്ങൾ നാം വിശ്വസിക്കാം. നമ്മൾ ആരുടെ കർത്തൃത്വത്തിന്റെ കീഴിൽ നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു ധൈര്യം നമ്മുടെ ഹൃദയത്തെ വാഴണം. അങ്ങനെ നാം ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ വലിയ അനുഗ്രഹങ്ങളെ ദൈവം ചൊരിയാൻ തക്കവണ്ണം
ഇടയായിത്തീരും. വിശ്വാസം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ വിളിച്ചു വരുത്തുന്ന വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസത്തിനും ഇടയ്ക്കുള്ള ചില ഗ്യാപ്പുകൾ നമ്മൾ അതിൽ ഫില്ല് ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ ഈ അതിവിശുദ്ധ വിശ്വാസം എന്നൊക്കെ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമുക്കൊരു വിശ്വാസമുണ്ട് എന്നാൽ യഥാർത്ഥ വിശ്വാസമുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്ന ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പുകളാണ്. അതിനെ നമ്മൾ ഫില്ല് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആശിക്കുന്നതിന് മീതെ ഹല്ലേലൂയ ധൈര്യത്തോടെ നാം വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥമായിട്ടൊരു സമാധാനം ആ ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യാൻ തുടങ്ങും. ആ സമാധാനം നമ്മുടെ ഹൃദയങ്ങൾ നിറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ വെളിപ്പെടാൻ തൊക്കണം. ഇടയാത്തിരി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ദൈവമക്കളെ. യഥാർത്ഥ വിശ്വാസത്തിനും ഇടയ്ക്കുള്ള ഗ്യാപ്പുകളെ ക്രിസ്തുവിലുള്ള സമാധാനം കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ അതിവിശുദ്ധ വിശ്വാസം നമ്മൾ വെളിപ്പെടും. അത് വേഗത്തിലുള്ള ദൈവ പ്രവൃത്തികളെ നമ്മുടെ ലൈഫിൽ വെളിപ്പെടുത്തും. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണ്. നമ്മൾ ഒന്നിനും കുറവില്ലാത്തവരായി നമ്മെ നമ്മുടെ കുടുംബത്തെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ പകൽക്കാലം അത് നമ്മൾ വിശ്വസിച്ചു തുടങ്ങിയേ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളെ നമ്മുടെ ലൈഫിൽ വെളിപ്പെടും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്യങ്ങളെ നമ്മുടെ പ്രാർത്ഥനകളാക്കി ദിവസങ്ങൾ മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ